ഹലോ ഹലോ ഹലോ, അത് എടുത്തോണ്ട് പോകുന്നത് എങ്ങോട്ടാണ്? ഞാൻ 300 രൂപ മേടിച്ചല്ലേ. ഹലോ, അപ്പൊ ഇതിനിടയിൽ ലുലു മാളിൽ നിന്ന് ഇറങ്ങി വന്ന എനിക്ക് പറയാനുള്ളത് ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. അതിന് 40-50 വയസ്സ് അല്ലെങ്കിൽ 41 മേടിച്ചാൽ പോലും നമുക്ക് ഇടപെടാൻ സ്കോപ്പ് ഉണ്ട്. ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള പ്ലേ ആണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നത്. കോഫിന്റെ റേറ്റ് ആണെന്നില്ല അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ഇറങ്ങി ഹെലികോപ്റ്ററിൽ എത്ര ലക്ഷം രൂപയാണ് പിൻവാതിലിൽ കൂടി ഇദ്ദേഹം കൈപ്പറ്റുന്നത് എന്നുള്ളത്. അപ്പൊ ഇവർ നമ്മളോട് ചെയ്യുന്ന എത്ര വലിയ അക്രമമാണ്. ലുലുമാളി പോയിട്ടുണ്ടാവുമല്ലോ, അവിടുത്തെ പോപ്കോൺ മേടിച്ചിട്ട് നമുക്ക് കണക്ക് പറയാൻ നാണക്കേടായതുകൊണ്ട് നമ്മൾ മിണ്ടാവരുന്നല്ലേ പലപ്പോഴും. ഓക്കെ, വാരി എടുക്കും. ഇല്ല, രണ്ടുപേരും ആയിരിക്കും പിടിച്ചിരിക്കണ വീണക്കല്ലേ. കുറച്ച് പോക്കറ്റിലൊക്കെ വാരിയിട്ടു. നിഷാദ് KD, ഡെപ്യൂട്ടി കൺട്രോളർ ഫ്ലൈങ് സ്ക്വാഡ്. ഇതെന്തായാലും ലീഗൽ മെട്രോള നിയമങ്ങളുടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളിയിലുള്ള ലുലു മാളിൻ്റെ മുന്നിലാണ്. കാരുണ്യത്തിൻ്റെ ആൾരൂപമായിട്ടുള്ള നമ്മളെല്ലാവരുടെയും സ്വന്തം പ്രിയങ്കരനായിട്ടുള്ള MA യൂസഫ് അലി എന്ന മഹാനായ മനുഷ്യൻ്റെ ലുലു മാളിന് മുന്നിൽ എടപ്പള്ളിയിൽ ഞാനൊരു ഷുഗർ പേഷ്യൻ്റായിട്ട് അഭിനയിക്കാൻ വേണ്ടി പോവുകയാണ്. മറ്റ് മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ടാണ്. ബെൻസിലും BMW ഒക്കെ ഒരുപാട് പേർ ഈ ലുലു മാളിലും അല്ലെങ്കിൽ ഇതുപോലെ മാളുകളിലെത്തി സിനിമയ്ക്ക് കയറാറുണ്ട്. ഇങ്ങനെ ഇവർ സിനിമയ്ക്ക് കയറുമ്പോൾ ഇവരിവിടെ അകത്ത് ഈ ഇൻ്റർവെൽ സമയത്ത് കുഞ്ഞുങ്ങളായിട്ടുള്ള ആളുകളും കുട്ടികളായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള ആളുകൾ അങ്ങനെ ഓരോരോ അസുഖങ്ങളുള്ള ഈ ഷുഗർ പേഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്ക് കഴിച്ചുകൊണ്ടിരിക്കണമല്ലോ. ഈ ഇൻ്റർവെൽ സമയത്ത് പുറത്ത് വന്ന് അവിടെ കിട്ടുന്ന ആ ഒരു പോപ്കോൺ അങ്ങനെയുള്ള സാധനങ്ങൾ, പപ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് മേടിക്കാൻ വേണ്ടി പറ്റുക, കഴിക്കാൻ വേണ്ടി പറ്റുക. ഇതിനൊക്കെ ഇവർ ഈടാക്കുന്ന വില എന്ന് പറയുന്നത് മുൻപ് തന്നെ പലരും സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. നമ്മളിപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്, ഏത് രീതിയിലുള്ള പിടിച്ചുപറിയാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. വരും. അപ്പോൾ ഇതാ 2 കിറ്റ്. ഒരു സാധാരണക്കാരനുള്ള ഒരു കൃഷിക്കാരനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എനിക്ക് ഷുഗറും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കാതിരിക്കാനാവില്ല. എൻ്റെ ഈ കിറ്റിൽ എൻ്റെ പേഴ്സും സാധനങ്ങളെല്ലാം ഉണ്ട്. ഈ കിറ്റിലായിരിക്കും ഞാൻ പപ്സും മറ്റുള്ള സാധനങ്ങളും വാങ്ങി വരും. ഇത് ഞാനിവിടെ ഈ ബേക്കറി വന്നിരിക്കുകയാണ്. ഇവിടെ പപ്സ് ഉണ്ട്. മോനെ പപ്സ് ഇല്ലേ? മോനെ പപ്സിന് എന്താ വില? 20 രൂപ. ഏത് മുട്ട പപ്സ് ആണോ അതോ എഗ്? മോനെ ഈ പയ്യനെ കാണാമോ? ഓക്കെ, എഗ് പപ്സ് ഉണ്ട് അല്ലേ? എല്ലാത്തിനും 20 രൂപയാണോ വില? എല്ലാത്തിനും 20 രൂപയാണോ വില? ഒരു എഗ് പപ്സ് എടുക്കുക. അപ്പോൾ ഇനി മീറ്റ് പപ്സ് അല്ലേ? നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. ഇനി വെജ് പപ്സ് ആണ്. അപ്പോൾ ഇനി നമ്മൾ അതും കരുതുകയാണ്. ഒരു വെജ് പപ്സ്. 3 പപ്സ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ ഒരാൾ 3 പപ്സ് കഴിച്ച് കഴിഞ്ഞാൽ ആളുടെ വയറ് നിറയും. കാരണം അത്ര ഉണ്ട് എന്തായാലും. ഈ 3 പപ്സിന് എത്ര രൂപയാണ് മോനെ വില? 3 പപ്സിന് 60 രൂപയുള്ളൂ. ഓ, വെരി ഗുഡ്. അപ്പോൾ 60 രൂപയേ ഉള്ളൂ 3 പപ്സിൻ്റെ വില. അപ്പോൾ ഞാൻ 3 പപ്സ് 60 രൂപ കൊടുത്ത് ഇവിടുന്ന് വാങ്ങുകയാണ്. മോനെ പോപ്കോൺ ഉണ്ടോ ഇവിടെ? പോപ്കോൺ ഇല്ല. ഓക്കെ, പോപ്കോൺ നമുക്ക് അവിടെ പോയി മേടിക്കാം. എന്ത് ജാതി ബ്ലേഡാണ് വെക്കുന്നത് നമുക്ക് അവിടെ കാണാം. മാന്യമായിട്ടുള്ള വില, ആർക്കും കഴിച്ചാൽ ദഹിക്കും. ബാ. ഇപ്പോൾ ഇതാ ഞാനൊരു ഷുഗർ പേഷ്യൻ്റായിട്ട് ഈ തിയേറ്ററിലേക്ക് AC-യിൽ കുളിരിലിരുന്ന് സിനിമ കാണുവാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. എന്താണ് ഇനി അടുത്ത വരും വരായിക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. വരും. ഇതെന്താ മോനെ? പേയ്മെന്റ് ഉണ്ടോ? എത്ര പേയ്മെന്റ്? കാർ എത്ര? 30. സിനിമ കാണാൻ വരുന്നവർക്കും ടിക്കറ്റ് ഉണ്ടോ? ഇരിക്കാന്നറിയാം, മലയാളം അറിയില്ല. ഇല്ല, ഇത് എൻ്റെ ചീഫ്. ഇത് കുടിക്കുന്ന വെള്ളമാണ്. ഷുഗർ ഉണ്ടെങ്കിൽ ഇതിൽ പപ്സ്, ഇത് കുടിവെള്ളമാണ്. പിന്നെ ഇതെൻ്റെ എൻ്റെ കണ്ണാടി, എൻ്റെ പൈസൊക്കെയാണ്. എനിക്ക് ഷുഗർ ഉണ്ട്. അപ്പോൾ എനിക്ക് ഷുഗർ ഉണ്ട് എനിക്ക്. അപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും കഴിക്കാൻ അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ ഞാൻ പപ്സ് മേടിച്ചിട്ടുണ്ട്. വെള്ളം കുടിവെള്ളം ഉണ്ട്. അപ്പോൾ ഈ പപ്സൊക്കെ ഇവിടെ വെക്കണം അല്ലേ? ഇല്ല, കുഴപ്പമില്ല. എന്നാൽ പിന്നെ ഇവിടെ അലോ ചെയ്യുന്നല്ലേ? ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഫുഡ് ഉണ്ടോ? ഭക്ഷണമൊക്കെ ഉണ്ടോ? ശരി. ഇല്ല, ഇത് പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് മറ്റേത് ഇവിടെ വേസ്റ്റ് ബക്കറ്റിൽ കളഞ്ഞാൽ മതിയല്ലോ. ആണോ? അപ്പൊ പിന്നെ കിറ്റ് ബാഗില്ല. ഫുഡ് കൊണ്ടേക്കോട്ടെ. അതോട്ടെ. പുറത്തുള്ള ഫുഡ് എല്ലാവരും ഒരാളിന് കഴിക്കുന്നത് മറ്റുള്ളവർ കാണിച്ചാൽ മതി. ടിക്കറ്റ് കൗണ്ടറിന് ലെഫ്റ്റ് സൈഡ് ബാഗേജ് ഉണ്ട്, അവിടെ നിന്നാണ് കളക്ട് ചെയ്യേണ്ടത് കേട്ടോ.
പോപ്കോൺ എത്രയാണ് കേട്ടാ? ജമ്മു 300. പിന്നെ പെപ്സി എത്രയാണ്? പപ്സ് എത്ര ഉണ്ട്? പപ്സിന് എത്ര ശരിക്കും എത്ര? പോപ്കോണിന്റെ ചെറിയ ബാഗ് ഉണ്ടോ? ചെറുതിന് 300, വലുതിനോ 280. പോപ്കോൺ മേടിക്കുമ്പോൾ പിച്ചച്ചട്ടി എടുക്കുമല്ലോ. അതിന് ബില്ലുണ്ടാവൂലേ? അത് GST ബില്ലല്ലേ? അത് എത്ര ഗ്രാം ഉണ്ടാവും തൂക്കം നിങ്ങളിത് പോപ്കോൺ? കാപ്പി ചായ എവിടെ കിട്ടുക? എത്ര പൈസ ചായക്ക്? ജമ്മു 170 രൂപ. ഒരു ചായ 170 രൂപ. പോപ്കോൺ ഒരു പാത്രത്തിൽ പകുതിയായിട്ട് തരാൻ പറ്റുമോ? പോപ്കോൺ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാൻ? 300 രൂപ എന്നൊക്കെ പറയുമ്പോൾ ആണല്ലേ? ആ ഒരു കപ്പിൽ പകുതിയാക്കി തന്നാൽ മതി 150 രൂപയ്ക്ക്. ആണല്ലേ? ആ ടബിൽ എത്ര ഗ്രാം ഉണ്ടാവും പോപ്കോൺ? എനിക്ക് എൻ്റെ ബില്ലൊക്കെ തരുമോ? ആണല്ലേ? അത് ഈ 300 രൂപ തരണമല്ലോ. അപ്പം നമ്മൾ കൂലി വേലക്കാരനാണ്, ആകെ 800 രൂപ പണിക്കാരനാണ് നമ്മൾ. നിങ്ങൾ അതിനകത്ത് 300 രൂപ പോപ്കോൺ. സിനിമ ടിക്കറ്റിന് 150 രൂപ. 300, 100, 400, 480, 500 രൂപ. ഒരു ചായ കൂടെ കുടിച്ചിട്ട് 100 രൂപ, 600 രൂപ. ഷുഗറൊക്കെ ഉള്ളതൊന്നും കഴിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. 2-3 പപ്സ് ഞാൻ കൊണ്ടുവന്നായിരുന്നു. 20 രൂപ ഉള്ളു കടയിൽ നിന്ന് മേടിച്ചോണ്ട്. അതവിടെ സെക്യൂരിറ്റിയുടെ അടുത്ത് കൊടുത്തു. അത് തരില്ല അല്ലേ? ആകെ പ്രതിസന്ധിയാണല്ലോ. ചേട്ടൻ പോപ്കോൺ മേടിക്കാൻ നിൽക്കുകയാണല്ലേ? 300 രൂപ ഒരു ബോക്സിന്. ഒരു പോപ്കോൺ തരാമോ? ഒരു ബോക്സ് തരാമോ? അത് ഹാഫാക്കി തരാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? ഈ വെള്ളത്തിന്റെ ഒരു ബോട്ടിലിന് എത്രയാ? 60 രൂപ കുടിവെള്ളത്തിന്. അപ്പൊ ഒരു പോപ്കോൺ ചീസ് സോൾട്ട് എന്ന് വെച്ചാൽ എന്താ? 2 ഫ്ലേവർ ആയിരിക്കും. സോൾട്ട് കൊണ്ട് ചീസും. അതിന് 300 എത്രയാണ്? സോൾട്ട് ആണെങ്കിൽ 260, ചീസ് ആണെങ്കിൽ 300 അല്ലേ? 300 രൂപ തന്നെ ഇരിക്കട്ടെ. അത് പകുതിയായിട്ട് തരാൻ പറ്റില്ലല്ലോ അല്ലേ? അത് എത്ര പകുതിയായിട്ട് തന്നാലും ടബിന്റെ പൈസ 300 തന്നെ. ടബിന് എത്ര? ഒരു ടബിന് 300 ആയിരിക്കും. ഓ, ചെറുത് 300, റെഗുലർ 300, മീഡിയം വരുന്നത് 360. മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ എന്തിനും മെസ്സേജ് തരാറുണ്ട്. ബില്ല് ഫോണിലോട്ട് മെസ്സേജ് ആയിട്ടായിരിക്കും. അതിനോട് പേപ്പറായിട്ട് തരില്ല ബില്ല്? അങ്ങനെ സീറ്റ് നമ്പർ പറഞ്ഞാൽ സീറ്റിലോട്ട് എത്തിക്കാം. ബില്ല് സീറ്റിലേക്ക് ബില്ല് അങ്ങോട്ട് തരുമോ? സീറ്റിലേക്ക്. സീറ്റിലോട്ട് എത്തിക്കാം. ഇതിൽ ഗ്രാം എത്ര എഴുതിയിട്ടുണ്ടോ? ഒന്നും എഴുതിയിട്ടില്ല. ബില്ല് സീറ്റിലോട്ട് എത്തിക്കാം. ചായയും കൂടെ തരാമോ? പെപ്സി എത്ര ഉണ്ടോ? പെപ്സി 220. 220. ഒരു പെപ്സി ഒന്ന്. ഹലോ ഹലോ ഹലോ, അത് എടുത്തോണ്ട് പോകുന്നത് എങ്ങോട്ടാണ്? ഞാൻ 300 രൂപ മേടിച്ചല്ലേ ഇത്? ഹലോ, എനിക്ക് തന്നത് ഇങ്ങോട്ട് എടുത്തോണ്ട് പോകുന്നത് നിങ്ങൾ? ഷൂട്ടാണെന്ന് മനസ്സിലായി, നൈസായിട്ട് തന്നതിന് ക്വാണ്ടിറ്റി കുറവാണെന്നുള്ളത് നമ്മൾ പിടിക്കും എന്നുള്ളത് അവർക്ക് ഉറപ്പായപ്പോൾ അവർ തിരിച്ചെടുത്തുകൊണ്ട് പോയിട്ട് അതിനകത്ത് നിറച്ച് ഫില്ല് ചെയ്ത് കൊണ്ടുവരും. ഉടായ്പ് എന്ന് വെച്ചാൽ പക്ക ഉടായ്പ. ഇതിലും എത്ര മില്ലി ഉണ്ടെന്നുള്ള ഇതിൽ എഴുതിയിട്ടുണ്ടാവോ? അത് എത്ര മില്ലിയാന്ന് ഇതിൽ എഴുതിയിട്ടുണ്ടോ? എത്ര മില്ലിയാണ് ഇത് ശരിക്കും? നിങ്ങളിപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 220 രൂപയ്ക്ക് എത്ര മില്ലിയാണ് തരുന്നത്? ഇപ്പോൾ ഇത് 600 ml 220 രൂപ. ആദ്യം തന്നപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് എന്നോട് ചോദിക്കാതെ, ഇത് എൻ്റെ അടുത്തുനിന്ന് എന്നോട് ചോദിക്കാതെ എടുത്തുകൊണ്ട് പോയിട്ട് അതിനകത്ത് നിറച്ചും ഫില്ല് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇത്. എത്ര വലിയ ഉടായ്പാണെന്ന് നോക്കിയേ. ഇത് ഷൂട്ടാണെന്ന് മനസ്സിലായപ്പോഴാണ് അവന്മാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. ഇവിടെ വരുന്ന ആളുകളെ മുഴുവൻ ഡെയിലി ഇങ്ങനെ പച്ചയ്ക്ക് പറ്റിച്ചുകൊണ്ടിരിക്കുക. ബെൻസിലും BMW-യിലൊക്കെ ഈ ലൂയിസ് ഫിലിപ്പിന്റെ ഷർട്ടൊക്കെ ഇട്ടിട്ട് വരുന്ന ആളുകളാണ് ഇവിടെ കൂടുതലും വരുന്നത്. ഇവരെ പോലുള്ള ആളുകൾക്ക് ഇതെന്താ ഈ പൊരി കുറഞ്ഞു പോയതെന്ന് ചോദിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അവരുടെ ഇമേജിനെ ബാധിക്കുന്ന വിഷയമല്ലേ. അങ്ങനെ മിണ്ടാതെ മിണങ്ങാതെ ഇവർ പോകുന്നുള്ളത് ഈ മാള് നടത്തുന്ന അല്ലെങ്കിൽ ഈ പൊരി വിൽക്കുന്ന ഇവർക്ക് വ്യക്തമായിട്ടറിയാം. 2 രൂപയുടെ 3 രൂപയുടെ മാത്രം ചിലവുള്ള സാധനത്തിനാണ് ഈ 300, 400 രൂപയൊക്കെ പോക്കറ്റ് അടിക്കുന്ന പോലെ പിടിച്ചു പറിച്ചു വാങ്ങുന്നത്. അണ്ണാക്കി പിരിവെട്ടിയ കുറെ അഴകിയ രാവണന്മാരുടെ കൂടെ ഒരു സിനിമയ്ക്ക് കയറി 1000 രൂപയോളം ചെലവാക്കി നഷ്ടബോധത്തോടുകൂടി ഞാനും ഇറങ്ങി തിയേറ്ററിൽ നിന്ന്. എന്നോട് മേടിച്ചു വെച്ച പപ്സ് ഇവിടെ തണുത്ത് വിറങ്ങലിച്ചിരിക്കുന്നുണ്ട്. അത് മേടിച്ച് മണി പുറത്തേക്ക്. ഓക്കെ, ടിക്കറ്റ് ഇതാ. ടിക്കറ്റ് എൻട്രി ടിക്കറ്റാ? അല്ല, ഞാൻ സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്ന ആളാ.
അപ്പോൾ എനിക്ക് സിനിമ ടിക്കറ്റ് ഉണ്ടല്ലോ. അയ്യോ അതെന്താ സാറേ അങ്ങനെ? കാരണം ഈ സിനിമ ടിക്കറ്റ് ഉണ്ടല്ലോ സാറേ, വേറെ ടിക്കറ്റ് ഉണ്ടോ, പേയ്മെന്റ് ഉണ്ടോ, പാർക്കിംഗ് ഫീ ഉണ്ടോ? ഫ്രീ അല്ല, പാർക്കിംഗ് ഫീ ഉണ്ട്. ഫീസ് എത്ര? ഹൗ മച്ച്? ഏതാ സാറേ ഇങ്ങനെ? ടിക്കറ്റ് ഉണ്ട്, ഇതാ ഇത് നോക്ക്. നിങ്ങളുടെ മാളിന്റെ ഉള്ളിൽ നിന്ന് ഞാനിതാ 300 ബില്ല്, ഒരു പെപ്സി മേടിച്ച് 220. കാറ് തല വെച്ചുകൊണ്ട് സിനിമയ്ക്ക് പോകാൻ പറ്റുള്ളൂ, എവിടെയെങ്കിലും പാർക്ക് ചെയ്യണ്ടേ? നിങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലം തന്നാലേ നമുക്ക് സിനിമ കാണാൻ വേണ്ടി പോകാൻ പറ്റുള്ളൂ. അതിന് വേറൊരു ചീട്ട് ഉണ്ട് അല്ലേ? ഓക്കെ നോക്കട്ടെ, ആ ചീട്ട് സിനിമ ടിക്കറ്റ് പറ്റൂല, ഇനിയിപ്പോ ഇത് തന്നെ വേണം എന്നുള്ളതാണ് ബായി പറയുന്നത്. ഓക്കെ 40 റുപ്പീസാ ഭയ്യ? ഭയ്യ 40 റുപ്പീസ് വേണം, ഇല്ലാതെ ഞങ്ങൾ ഇത് പൊക്കി തരൂല. ഈ പിരിവെല്ലാം എടുക്കുമ്പോ മലയാളം അറിഞ്ഞിരിക്കണ്ട ഭയ്യ. എനിക്കറിയാം രാഷ്ട്രഭാഷയാണ്, ഹിന്ദി രാഷ്ട്രഭാഷയാണ്. എല്ലാ ടിക്കറ്റും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതാ മേടിച്ച ഫുഡ് 700ന്റെ ബില്ല്, എല്ലാ ബില്ലും ഉണ്ട് നമ്മുടെ കയ്യിൽ. കഷ്ടം ഭയ്യ നമ്മൾ തൊഴിലാളികളാ ഭയ്യ. എന്താ ഭയ്യ തുറക്ക് ഭയ്യ, എന്താ ഭയ്യ ഇങ്ങനെ ചെയ്യുന്നത്? MA യൂസഫ് അലി അവർ ഭയങ്കര നല്ല മനുഷ്യൻ. യൂസഫ് അലി സാർ. അപ്പൊ ഭയ്യ എന്താ ചെയ്യാ ഭയ്യ, ഞങ്ങള് പാവങ്ങളല്ല ഭയ്യ. 40 റുപ്പീസ്, 60 റുപ്പീസ് ബാലൻസ്. ഇതാ സിനിമ കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഒരു 100-200 രൂപയിലധികം ടിക്കറ്റ് കാശ് കൊടുത്തു. ശേഷം അകത്ത് കയറി പട്ടിണിയും പരിവട്ടമായി പോകാതിരിക്കാൻ വേണ്ടി പപ്സും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് മേടിച്ചിട്ടാണ് അകത്തോട്ട് പോയത്. പക്ഷെ അതെല്ലാം അവർ പുറത്ത് മേടിച്ചു വെച്ചു. വെള്ളം പോലും അവരകത്തേക്ക് കയറ്റി വിടില്ല. അകത്ത് ചെന്ന് സിനിമയൊക്കെ കണ്ട് ഈ 3-3.5 മണിക്കൂറിന് ശേഷം ഇറങ്ങി വന്നു കഴിയുമ്പോൾ കാറ് പുറത്തിറങ്ങണമെന്ന് ഒരു പാർക്കിംഗ് ഫീ ഇവർ ഈടാക്കുകയാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ ഈടാക്കുന്നത് എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം 100-200 രൂപയോളം ഈ ടിക്കറ്റ് ഫെയറും, അതുകൂടാതെ ഇതിനകത്ത് പോപ്കോൺ എന്ന് പറയുന്ന സാധനത്തിന് ഒരു ബോക്സ് ഞെട്ടുന്ന റേറ്റാണ്. 320 രൂപ, 380 രൂപ, 300 രൂപ, അങ്ങനെ 2-3 സ്കീമുകളായിട്ടാണ് ഈ പോപ്കോണിന്റെ ഈ പാക്കറ്റിലെ റേറ്റ് അവർ ഈടാക്കുന്നത്. ഇത് നമ്മുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് അവിടെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുടിക്കണമല്ലോ. അപ്പൊ അത് കുടിക്കാൻ വേണ്ടിയിട്ട് എന്നാ പെപ്സിയോ എന്തെങ്കിലും സാധനം മേടിച്ചേക്കാൻ വെച്ചാൽ 220 രൂപ, 220 എത്ര മില്ലിയാണെന്നുള്ള അവർ പറയുന്നുണ്ട്. അത് നമുക്കിപ്പോ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യമാണ്. സിനിമ കാണാൻ വേണ്ടി കയറി ഈ കാറിന് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ കാറ് അത് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടണ്ടേ? ഈ മാളിന്റെ അകത്തുള്ള പാർക്കിംഗ് സ്പേസിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തല്ലേ പറ്റുകയുള്ളൂ. സിനിമയ്ക്ക് പോകുമ്പോൾ കാർ എടുത്ത് തല വെച്ചോണ്ട് സിനിമയ്ക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ സിനിമയുടെ ടിക്കറ്റ് ഒന്നും പറ്റൂല. മറ്റുള്ള മാളിൽ നിന്ന് മറ്റുള്ള സാധനങ്ങൾ മേടിച്ചതിന് വലിയ ഭീമമായിട്ടുള്ള ബില്ലുകളുണ്ട്. ആ ബില്ലൊന്നും അവർക്ക് പറ്റൂല. അവർക്ക് 40 രൂപ അഡീഷണൽ കൊടുത്തിരിക്കണം. 1000 രൂപയ്ക്കോ 800 രൂപയ്ക്കോ ഒരു കഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോൾ ഒരു ഡിസ്കവറി കാർ ഉണ്ടല്ലോ, ഇതുപോലൊരു കാറൊക്കെ സ്വന്തമാക്കണമെന്ന് എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. സാധാരണക്കാരായിട്ടുള്ള ഓരോരുത്തരുടെ ആഗ്രഹങ്ങളിൽ പെടുന്ന കാര്യങ്ങളൊക്കെയാണത്. ഞാനിതാ 3 പപ്സ് പുറത്തുനിന്ന് മേടിച്ച് അകത്ത് പോയത് പ്രേക്ഷകർ കണ്ടതാണ്. ഒരു പപ്സിന് 20 രൂപയാണ് ഞാൻ കൊടുത്തത്. തിയേറ്ററിനകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ദേഹപരിശോധനയും അവരുടെ ആ ഒരു സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ നമ്മുടെ കേരള പോലീസ് വരെ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൗതുകം തോന്നും. ഒരുപാട് അജിനാമോട്ടോ പോലെയുള്ള ഒരുപാട് കെമിക്കൽസ് അടങ്ങിയ ഭക്ഷണം മേടിച്ച് കഴിക്കേണ്ടതായി എനിക്ക് വന്നു. ഞാനൊരു ഷുഗർ പേഷ്യന്റ് ആണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ്. എനിക്ക് വേറെ മാർഗമില്ല. ഇത് തെളിയിക്കണം, പുറത്തു കൊണ്ടുവരണം. അങ്ങനെയാണ് ഞാൻ തിയേറ്ററിനുള്ളിൽ കടന്നത്. MA യൂസഫ് അലി എന്ന മഹാനായിട്ടുള്ള മനുഷ്യൻ നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ഇറങ്ങി, ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞു അദ്ദേഹം തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് വീൽ ചെയർ, നടക്കാൻ പറ്റാത്ത ആളുകൾ, കുറെ മാധ്യമപ്രവർത്തകരെ കൂട്ടിക്കൊണ്ടാണ് ഇദ്ദേഹം വരുന്നത്. അവരുടെ മാധ്യമങ്ങളിൽ ഇതിങ്ങനെ കവറേജ് ആയിട്ട് ഒഴുകുകയാണ്. 4-5 ലക്ഷം രൂപ സമ്മാനമായി നൽകുകയാണ്. ഇതിങ്ങനെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. ലുലു മാളിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് എത്ര ലക്ഷം രൂപയാണ് പിൻവാതിലിൽ കൂടി ഇദ്ദേഹം കൈപ്പറ്റുന്നത് എന്നുള്ളത് എന്തുകൊണ്ട് നമ്മുടെ മലയാളികൾ ചിന്തിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വല്ലപ്പോഴും ദുബായിൽ നിന്ന് ഇവിടെ ഹെലികോപ്റ്റർ വന്നിറങ്ങിയിട്ട് ഏതെങ്കിലും പാവങ്ങൾ ഞങ്ങളെ സഹായിക്കണേ, ഒരു 2 ലക്ഷം രൂപ കൊടുത്തോളൂ, എല്ലാം ദൈവം നമുക്ക് തരുന്നതല്ലേ എന്ന് പറഞ്ഞ് വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു യൂസഫ് അലി സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ മാളിൽ ഞങ്ങൾ ചെന്നു. എനിക്കൊരു സിനിമ കാണണം, ഞാനൊരു ഷുഗർ പേഷ്യന്റ് ആണ്, എനിക്ക് ഭക്ഷണം കഴിക്കണം. 3.5 മണിക്കൂറോളം തിയേറ്ററിനുള്ളിൽ അല്ലെങ്കിൽ സ്റ്റക്കായി പോകും. അതൊരു സാധാരണക്കാരന്റെ വിഷയമാണ്. അപ്പോൾ എനിക്ക് അതിനുള്ളിൽ ഭക്ഷണം കിട്ടുമോ എന്ന് ഭയന്നപ്പോഴാണ് ഞാൻ 3 പപ്സ് മേടിച്ച് ഈ ലുലു മാളിനുള്ളിൽ ചെന്നത്. അത് സെക്യൂരിറ്റിയോടെ മേടിച്ചു വെച്ച് എനിക്ക് ചീട്ട് തന്നു. ഇവരിതാ നമ്മൾ മലയാളികൾക്ക് തരുന്ന സാധനങ്ങളുടെ അളവും തൂക്കവും ഒക്കെ ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് അളന്ന് കുക്ക് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ ആ ഓരോ വസ്തുവിന്റെയും അളവും തൂക്കവും ഒക്കെ ഇതാ ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. എത്ര വലിയ വഞ്ചനയ്ക്കാണ് നാം ഇരയാവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ലുലു മാളിൽ നിന്നും 220 രൂപയ്ക്ക് മേടിച്ച പെപ്സിയുടെ ഈ ബോട്ടിലാണിത്. ഇതിനുള്ളിൽ എത്ര മില്ലിയാണ് അവർ നിറച്ച് നമുക്ക് തരുന്നതെന്നുള്ള ഒരു ബില്ല് നമുക്ക് തന്നിട്ടുണ്ട്. എന്തായാലും അവരോട് വാക്കാൽ പറഞ്ഞ 600 മില്ലി എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും 600 മില്ലിയുടെ ഒരു ബോട്ടിൽ നമ്മളിപ്പോൾ ഈ കടയിൽ നമ്മൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനകത്ത് നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അളവ് കറക്റ്റാണോ നമുക്ക് എന്തായാലും ആദ്യം നോക്കാം. 600 മില്ലിയുടെ പെപ്സി അല്ലെ കൊക്കക്കോളയ്ക്ക് വെറും 40 രൂപയുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം. ഭയ്യ ഈ പെപ്സി ഉണ്ടോ? പെപ്സി ഉണ്ട്. ഓക്കെ, പെപ്സി എടുക്കും. പെപ്സി ഇത് എത്ര മില്ലിയാണ്? എത്രയാണ്? 750 ആണ്. എത്ര രൂപയാണ് ഇതിന്റെ വില? 750 ml 40 രൂപ ഉള്ളൂ. ഓ ശരി. 600 ml ബോട്ടിൽ ഉണ്ടാവുമോ?
കൊക്കക്കോളയാണ്. ഓക്കെ, അപ്പോൾ 600 ml പെപ്സി ഇല്ല, കൊക്കക്കോള ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും പെപ്സിയോ കൊക്കക്കോള എന്തും ആയിക്കോട്ടെ, എത്ര മില്ലി ഉണ്ടെന്നുള്ളത് കറക്റ്റ് ആണെന്നുള്ളതാണല്ലോ, അതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ 600 ml കൊക്കക്കോള ഇതിനെന്താ വില? 40. ഇതിന് 40 രൂപയേ ഉള്ളൂ. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്, പെപ്സി 750 മില്ലിയാണ്, ഇതിന് 40 രൂപയേ ഉള്ളൂ. ഈ 600 മില്ലിയുടെ ഈ കൊക്കക്കോളയ്ക്ക് 40 രൂപയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും 600 മില്ലി ആണ് ഇതിനുള്ളിൽ കൊള്ളുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 600 മില്ലിനകത്ത് പൊട്ടിച്ചൊന്ന് ഒഴിച്ചു നോക്കാം. ആദ്യം നമുക്ക് എന്തായാലും അത് നോക്കാം. ആ അളവ് നമുക്ക് നോക്കിയതിന് ശേഷം വിലയിലേക്ക് നമുക്ക് കിടക്കാം. എല്ലാത്തിനും ഒരു സാക്ഷിയും കൂടെ വേണമല്ലോ, ബായിനെ നമുക്ക് സാക്ഷിയാക്കിയേക്കാം. അപ്പോൾ 600 മില്ലി അല്ലേ, ക്യാഷ് തരാതെ പൊട്ടിക്കാൻ പാടില്ലല്ലോ. 40 രൂപ കൊടുത്ത് 600 മില്ലിയുടെ ഈ കൊക്കക്കോള ഞാൻ മേടിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പെപ്സിയാണ് നമുക്ക് വേണ്ടത്, പക്ഷേ പെപ്സിയുടെ 600 മില്ലിയുടെ ഇല്ലാത്തതുകൊണ്ടാണ് കൊക്കക്കോള മേടിക്കുന്നത്. നമുക്ക് അളവ് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും 40 രൂപ തപ്പടി. ബായും കൂടെ വരൂ. എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഇവരൊക്കെയാണ് ബായിമാർ. അപ്പോൾ ബായിമാരെ കുറക്കും കൂടെ സാക്ഷി നിർത്തിയേക്കാം. നമുക്ക് കണ്ട പുതിയ കൊക്കക്കോളയുടെ നമ്മൾ ബോട്ടിൽ മേടിച്ച് നമ്മൾ പൊട്ടിച്ചു, നമ്മളിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഇന്നലെ പെപ്സി മേടിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, എൻ്റെ പെപ്സിയുടെ ഈ ബോട്ടിലിനുള്ളിൽ ഇത്രയും അളവായിരുന്നു പെപ്സി ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ അത്രയും അളവ് ഇതിനകത്ത് ഒഴിച്ചിട്ട് കൊക്കക്കോളയുടെ ഈ ബോട്ടിൽ 600 മില്ലിയുടെ ഈ ബോട്ടിൽ ഞാൻ ഏകദേശം ഇത്ര ഒഴിച്ചപ്പോഴേക്കും എനിക്ക് ഇന്നലെ ലുലുവിൽ നിന്ന് കിട്ടിയ കോള എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും ബാക്കി നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും ഈ ബാക്കിയുള്ള കൂടെ ഒഴിച്ചത് അങ്ങനെ നിറച്ചേക്കാം. നമുക്ക് നോക്കാം എന്താ സംഭവം. ഈ ഒരു ക്വാണ്ടിറ്റിയാണ് ശരിക്കും നമുക്ക് 600 മില്ലി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത്രയും തുളുമ്പ ഉണ്ടായിരിക്കണം, അനങ്ങി കഴിഞ്ഞാലും താഴെ വീഴും. ഇങ്ങനെയുള്ള മാളുകളിൽ പോയിട്ട് തിയേറ്ററുകളിൽ പോയിട്ട് പെപ്സിയോ കൊക്കക്കോളയൊക്കെ വാങ്ങുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഈ 600 മില്ലിയാണ് ഇവർ തരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും ഉണ്ടായിരിക്കണം, നിറച്ചും ഉണ്ടായിരിക്കണം. ഇതുമായി നമുക്ക് നടന്നു പോകാനാവില്ല, ഇത് തുളുമ്പി വീഴും. 220 രൂപയാണ് ഇവർ എന്നോട് കൈപ്പറ്റിയത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 40 രൂപയുടെ എത്ര ബോട്ടില് വാങ്ങിയാലാണ് 220 രൂപയാവുക എന്നുള്ളത്. 220 രൂപയും 500 രൂപയും ഒക്കെ കൊടുത്തിട്ട് ഈ പോപ്കോണും പെപ്സിയും കൊക്കക്കോളയൊക്കെ വാങ്ങുന്ന ആളുകൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. 2 മണിക്കൂർ നേരം നമ്മളെ ഈ മാളിന്റെ ഉള്ളിലെ തിയേറ്റർ കോംപ്ലക്സിനുള്ളിൽ പിടിച്ചവിടെ പൂട്ടിയിടും. ഒരു വസ്തു നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണമായി അവിടെ കൊണ്ടുപോയി കഴിക്കാൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവരുടെ ഭക്ഷണ പാനീയങ്ങൾ നമുക്ക് മേടിച്ചുപയോഗിച്ചേ പറ്റൂ. ഞാൻ ഈ പെപ്സിയും കൊക്കക്കോളയൊക്കെ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മറ്റോ എപ്പോഴോ ഒരു തുള്ളി കുറച്ച് അങ്ങനെ കുടിച്ചിട്ടുള്ളൂ. പിന്നീട് എൻ്റെ പിൽക്കാലത്ത് ഞാനത് ഈ സാധനം കഴിച്ചിട്ടേ ഇല്ല. പക്ഷേ എന്തായാലും ഇത്രയും ഒരു സാധനം നമ്മൾ വില കൊടുത്ത് മേടിച്ചിങ്ങനെ ഒരു വാർത്ത നമ്മൾ അവതരിപ്പിക്കുക. അപ്പോൾ ഒന്ന് സിപ്പ് ചെയ്ത് നോക്കിയേക്കാം. എന്തായാലും ഒരു സംതൃപ്തി തോന്നുന്നുണ്ട്. 40 രൂപയല്ലേ പോയുള്ളൂ. പക്ഷേ ഈ മാളുകളിലൊക്കെ പോയിട്ട് ഇത് വാങ്ങി മോന്തുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കൂ. 220 രൂപ അല്ലെന്നുണ്ട് അത്രയും വലിയ പണം കൈപ്പറ്റിയിട്ട് നമ്മൾ പറ്റിക്കുകയാണ്, പച്ചയ്ക്ക് പിടിച്ചു പറിക്കുകയാണ്. ഇതൊന്നും മനസ്സിലാക്കുവാൻ വേണ്ടി എന്തുകൊണ്ട് മലയാളികൾക്ക് ആവുന്നില്ല എന്നുള്ളത് ഏറെ സങ്കടകരമായ കാര്യമാണ്. എന്നാലോ ഇതൊക്കെ വലിച്ച് നമ്മൾ അകത്തോട്ട് കയറുന്നുണ്ടെങ്കിൽ അത്രയും നല്ല പോഷകഗുണമുള്ള സാധനമാണ് ഇതെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരൊറ്റ ബോട്ടിൽ മുഴുവനായി ഒറ്റ വലിക്ക് നമ്മൾ കുടിച്ചു തീർത്താൽ ആൾ തട്ടിപ്പോകും എന്നുള്ളതാണ് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ 40 രൂപയുടെ 750 മില്ലിയുള്ള ഈ പെപ്സി 220 രൂപയ്ക്ക് വേണം, എടുത്തോളൂ. 40 രൂപയുടെ 750 മില്ലിയുള്ള പെപ്സി വാങ്ങിക്കുകയാണ്. 220 രൂപയുടെ പെപ്സി എനിക്ക് ഇവിടുന്ന് വേണം. ഓക്കെ, 220 രൂപയുടെ പെപ്സി തരും. 220 രൂപയുടെ 220യുടെ പെപ്സി തരും. 160 രൂപകളായിട്ടുള്ളൂ. 160ഉം 40ഉം 200 രൂപയുടെ പെപ്സി ഇപ്പോൾ ആയി. 5 പെപ്സി ബോട്ടിൽ 750 മില്ലിയുടെ 5 ബോട്ടിൽ വാങ്ങിയാൽ പോലും നമുക്ക് 200 രൂപയേ ആകുന്നുള്ളൂ. ഈ ഒരു കുപ്പി പൊട്ടിച്ചതിൽ ഒഴിച്ചാൽ ഇത് നിറഞ്ഞു തുളുമ്പിപ്പോകും. കാരണം ഇത് 750 ml ഇത് 600 ml അറ്റപ്പറ്റ ഇതുള്ളൂ. ഇത് പൊട്ടിച്ച് ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിപ്പോകും. അപ്പോൾ കൂടുതലുള്ള പെപ്സി 5 ബോട്ടിലാണ് വെറും 200 രൂപയ്ക്ക് എനിക്ക് പുറത്തൊരു കടയിൽ നിന്ന് ലഭിക്കുന്നത്. ഒരു വർഷം ഇരുന്ന് കുടിക്കാൻ നമുക്ക്, ഒരു വർഷം നിരന്നിരുന്ന് കുടിച്ചാലും തീരൂല. അത്രയധികം പെപ്സി 200 രൂപ മിച്ചം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും. തുറക്ക്. അപ്പോൾ ഇതാ പെപ്സിയുമായി ഇതെന്തായാലും എനിക്ക് എന്നാലും കുടിക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ കുടിച്ചത് സാമ്പിൾ കാണിച്ചു തന്നുള്ളൂ. ഇത് റോട്ടിൽ ഒഴുക്കി കളയാനേ പറ്റുള്ളൂ. ഒരു സത്യം പ്രേക്ഷകർ മനസ്സിലാക്കിക്കൊള്ളുക, റോട്ടിൽ ഒഴുക്കി കളയാനേ ഇത് കൊള്ളുള്ളൂ. ഇതാണ് നമ്മൾ നമ്മുടെ അണ്ണാക്കി കൂടെ നമ്മുടെ വയറ്റിനകത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. എത്ര വലിയ വിഷമാണ് കുടിച്ച് കയറ്റുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിച്ചു പോകും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളടക്കമുള്ളവരാണ് ഇത് കുടിക്കുന്നത്. അപ്പോൾ ഇതാ ലുലു മാളിൽ നിന്നും മേടിച്ച പോപ്കോൺ, അതിൻ്റെ ബില്ല് 300 രൂപ പല പ്രാവശ്യം കാണിച്ചു കഴിഞ്ഞാണ്. ഈ പാക്കറ്റിനുള്ളിൽ നമുക്ക് കിട്ടിയ പോപ്കോൺ നമ്മളിതാ ഈ കടയിൽ നിന്ന് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. എത്ര രൂപയാണ് പോപ്കോണിൻ്റെ വില? അത് മാത്രമല്ല എത്ര പാക്കറ്റുകൾ ചേർന്നാൽ ഇതിനകത്ത് ഒരു പാക്കറ്റ് ആവും എന്നൊക്കെ നമുക്ക് നോക്കാം. വരും. പോപ്കോൺ ഉണ്ടോ ചേട്ടാ? പോപ്കോൺ ഉണ്ടാവുമോ? അതിലൊരു പാക്കറ്റ് ഒന്ന് കാണിക്കാമോ? ഇതാ പോപ്കോണിൻ്റെ പാക്കറ്റാണ്. ഇതിൻ്റെ വില 10 രൂപ അല്ലേ? 300 രൂപയ്ക്ക് ഇങ്ങനത്തെ എത്ര പാക്കറ്റ് ഞങ്ങൾക്ക് തരും? 30 പാക്കറ്റ് തരും. ഓക്കെ, അപ്പോൾ ഇതുപോലെ 30 പാക്കറ്റ് ഞാൻ ഇവിടുന്ന് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. 300 രൂപയ്ക്ക് തരും. ഒരു 30 പാക്കറ്റ് എനിക്ക് തരും. ₹300 ഇവരുടെ പോപ്കോൺ, മനുഷ്യന്മാരെ പറ്റിക്കുന്ന ഇടപാട്. 300 രൂപയുടെ പോപ്കോൺ മെറ്റീരിയൽ മേടിച്ചിരിക്കുക. ഇത് മൊത്തം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് മൊത്തം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ
എന്തുമാത്രം പോപ്കോൺ ഉണ്ടാവും നമുക്ക് ചുമ്മാ നോക്കാം. 30 പോപ്കോൺ പാക്കറ്റ്, ഒരെണ്ണത്തിന് 10 രൂപ വെച്ചിട്ടാണ്. എന്തായിരുന്നു പേരെന്തായിരുന്നു? ആൽബിൻ ആണ് അല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും പോപ്കോണിൽ ഒരു ചെറിയൊരു സംശയം തീർക്കാൻ വേണ്ടിയാണ് 10 രൂപയുടെ ഒരു 30 പാക്കറ്റ് ഞങ്ങൾ മേടിച്ചിരിക്കുക. 300 രൂപയാണ് ഇതിന് വേണ്ടി ഞങ്ങൾ മുടക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം ക്വാണ്ടിറ്റി ഉണ്ടാവുന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇതുപോലുള്ള 10 രൂപയുടെ എത്ര പാക്കറ്റ് ഉണ്ടെന്ന് അറിയുന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ആളുകൾ സ്ഥിരമായിട്ട് ഇങ്ങനെ മനുഷ്യന്മാരെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്, പുറത്ത് കൊണ്ടുവരണ്ടേ നമുക്ക്. ഓക്കെ, ഇങ്ങനെയുള്ള 10 രൂപയുടെ 4 പാക്കറ്റ് 40 രൂപ മാത്രം ചിലവുള്ള ഈ സാധനത്തിനാണ് എന്നോട് 300 രൂപ മേടിച്ചത്. അപ്പോൾ ഈ 4 പാക്കറ്റ് ഇട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടബിൽ നമുക്ക് നിറച്ചും പോപ്കോൺ ലഭിക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാൻ വേണ്ടി പോവുകയാണ്. ഇത്തരം ഒരു പാക്കറ്റിന് എന്നോട് ഈടാക്കിയത് 10 രൂപയാണ്. ഇത് ഹോൾസെയിലായിട്ടാണ് അവരെ പോലുള്ള ആളുകൾ വാങ്ങുന്നത്. എവിടെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉള്ളത് അവിടെ പോയത് മൊത്തമായിട്ട് വാങ്ങുകയാണ്. അപ്പോൾ അവർക്ക് ഇത്തരം ഒരു പാക്കറ്റിന് മാത്രം ക്വാണ്ടിറ്റിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വില 2 രൂപയോ അല്ലെങ്കിൽ 3 രൂപയോ ഒക്കെയാണ്. ഇത്തരം ഒരു പാക്കറ്റിൻ്റെ അത്രയും പോപ്കോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലവാകുന്ന തുക. ഇങ്ങനെ 4 പാക്കറ്റ് ഇട്ടപ്പോൾ ഇതുപോലെ ഒരു ടബ് നിറയെ പോപ്കോൺ ആയി. 4 പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു പാക്കറ്റിന് 2 രൂപ വെച്ച് കൂട്ടും, പോട്ടെ 3 രൂപ വെച്ച് കൂട്ടിക്കോളൂ. 12 രൂപയ്ക്കാണ് ഇത്രയും പോപ്കോൺ നിങ്ങൾക്കും എനിക്കും ഈ മാളുകാർ സിനിമ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ വളരെ ദിവ്യമായ ഒരു വസ്തുവായി തരുന്നത്. ഇത്തരം 4 പാക്കറ്റുകൾ കൂടുമ്പോൾ ഒരു പാക്കറ്റിന് 3 രൂപ, 4 പാക്കറ്റ് ആകുമ്പോൾ 12 രൂപ മാത്രം ചിലവുള്ള സാധനമാണ് ഇത്രയും പോപ്കോൺ എന്ന് പറയുന്നത്. ഇതിനാണ് 300 രൂപ മേടിച്ചത്. ഈ 5 പാക്കറ്റ് കഴിഞ്ഞ് നമ്മുടെ ഇനി 25 പാക്കറ്റുകളുണ്ട്. അപ്പോൾ ഈ 25 പാക്കറ്റും കൂടി ഇപ്പോൾ നമ്മളിവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എത്ര ക്വാണ്ടിറ്റി കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാം കൂടെ പൊട്ടിച്ചിട്ടു. എന്താ പറയുക, ഇതിന്റെ പിന്നിൽ ഇത്രയും വലിയ ഒരു അണ്ടർവേൾഡ് തന്നെ പ്രവർത്തിക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് എന്തായാലും പുറത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹം തോന്നി. നമ്മുടെ മലയാളികളൊക്കെ ഇതിനു വേണ്ടി ഒരുപാട് പണം ഇങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കുക, വെറുതെ പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ട് ഞാൻ 300 രൂപയുടെ പോപ്കോൺ മേടിച്ച് കഴിക്കുകയാണ്, എല്ലാവരും കണ്ടു എന്നുള്ള മനോഭാവമാണ് മലയാളിയുടേത്. നമുക്ക് ഇങ്ങനെയൊക്കെ പുറത്തു കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആൽവിനെ ഇങ്ങനെ അടുത്ത് വന്നേ. ആൽവിനെ എങ്ങനെ കിട്ടിട്ട് പോകാതെ. ആൽവിനെ ഇതിൽ ഒരു കൈ വെക്കാമോ, ഇതിൽ പിടിക്കാമോ? ഇങ്ങനെ പിടിച്ചോ, താഴെ പോണ്ട. 300 രൂപയ്ക്ക് 30ഓളം പാക്കറ്റുകൾ മേടിക്കുന്ന പ്രേക്ഷകർ കണ്ടതാണ്. ആ 30ഓളം പാക്കറ്റുകൾ കുക്ക് ചെയ്താണ് ഈ കാണുന്നത്. ഈ 30 പാക്കറ്റിൽ മുഴുവനും ആയിട്ടില്ല, ഇനിയും വേകാൻ വേണ്ടി ഇതിനകത്തുണ്ട്. ഈ പാക്കറ്റുകളുടെ എല്ലാം ഉള്ളിൽ കുറേയേറെ പോപ്കോൺ ഇനിയും ഇതിനകത്തേക്ക് ഞെക്കിച്ചാടിച്ചെടുക്കാനുണ്ട്. സമയക്കുറവ് കൊണ്ട് ഇതൊന്നും ഞെക്കിച്ചാടിച്ചെടുക്കാത്തതാണ്. എടുക്കുകയാണെങ്കിൽ ഇനിയൊരു ഇതിന്റെ ഒരു കാൽഭാഗം പോപ്കോൺ കൊണ്ട് നമുക്ക് ഇനിയും ഉണ്ട്. 25 പാക്കറ്റിന്റെ പോപ്കോൺ ആണ് ഇത്രയും. ഈ പോപ്കോണുമായിട്ട് എന്തായാലും വിരോധമില്ലല്ലോ. ഞങ്ങളൊന്ന് റോഡിലോട്ട് പോയിക്കോട്ടെ. കാറിൽ വരുന്ന ആളുകളേക്ക് പോപ്കോൺ എടുക്കാൻ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രതിഷേധം നമുക്ക് അങ്ങ് അറിയിക്കാം. ക്ലാസ് കേട്ടാവോ? പോപ്കോണിന്റെ പാക്കറ്റ് നമ്മൾ ലുലു മാളിൽ പോയി മേടിക്കും. 300 രൂപയാണ് എന്നോട് ഇന്നലെ മേടിച്ചതാ. 300 രൂപയുടെ പോപ്കോണിന്റെ പാക്കറ്റ് മേടിച്ച് കുക്ക് ചെയ്തപ്പോൾ ഇത്രയും പോപ്കോൺ കിട്ടി. അപ്പൊ ഇവർ നമ്മളോട് ചെയ്യുന്ന എത്ര വലിയ അക്രമമുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? അപ്പൊ അതിനോട് പ്രതിഷേധം രേഖപ്പെടുത്താം. കുറച്ചെടുത്ത് കഴിച്ച് 2 കൈ നിറയെ വാരി എടുക്കും. മോനെ ഷൂട്ട് ചെയ്യടാ, എടുക്ക് കൈ നിറയെ വാരി എടുക്കില്ല, മടിയിലൊക്കെ ഇട്ടോ, ഇഷ്ടം പോലെ എടുക്കും. ആ പിള്ളേർക്കെല്ലാം കൊടുക്കണം. ഓക്കെ, താങ്ക് യു. അപ്പൊ ലുലു മാളിലൊക്കെ പോയിട്ട് ഈ പോപ്കോണൊക്കെ മേടിക്കുമ്പോഴേ ഒന്ന് നമ്മൾ മലയാളികൾ ശ്രദ്ധിക്കണം. നമുക്ക് ലീഗൽ മെട്രോളജി എന്ന് പറഞ്ഞ വകുപ്പുണ്ട്, നമുക്ക് പരാതി കൊടുക്കാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ ചെറിയൊരു അവയർനെസ് നടത്തുക. ഓക്കെ, താങ്ക് യു. ചേട്ടാ ഒരു സെക്കൻഡ്. ലുലു മാളിലൊക്കെ പോയിട്ട് നമ്മൾ പോപ്കോൺ മേടിക്കില്ലേ? അപ്പൊ ഈ പോപ്കോൺ ഇത്രയും പോപ്കോൺ തന്നതിന് എന്നോട് ഒരു 300 രൂപ മേടിച്ചു. ലുലു മാളിൽ പോയിട്ടുണ്ടാവുമല്ലോ, അവിടുത്തെ പോപ്കോൺ മേടിച്ചിട്ട് നമുക്ക് കണക്ക് പറയാൻ നാണക്കേടായതുകൊണ്ട് നമ്മൾ മിണ്ടാ വരുന്നല്ലേ പലപ്പോഴും. ഓക്കെ, ലുലു മാളിൽ പോയി പോപ്കോൺ മേടിച്ചപ്പോൾ ഞങ്ങൾ 300 രൂപ മേടിച്ചു. ഇതിനകത്താണ് ഇത്രയും പോപ്കോൺ 300 രൂപ മേടിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? 300 രൂപയുടെ പോപ്കോൺ മേടിച്ച് കുക്ക് ചെയ്തപ്പോൾ ഇത്രയുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്ത് പറ്റിക്കലാണെന്നുള്ളതൊന്ന് പുറത്തെടുക്കാൻ വേണ്ടി ഇനി മേലിൽ ഇങ്ങനെയുള്ള സിനിമാ തിയേറ്ററിലും മാളിലും പോയി പോപ്കോൺ മേടിക്കുമ്പോൾ അളവും ബില്ലും മേടിക്കണം അല്ലേ? അപ്പോൾ അതിൻ്റെ സന്ദേശമാണ്. ഒരു പിടി ഒന്ന് കഴിച്ചിട്ട് പോയിക്കോളൂ. പോപ്കോൺ എടുത്തോളൂ മക്കളെ പോപ്കോൺ എടുക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇനി ബില്ല് ചോദിക്കണം. നമസ്കാരമുണ്ട്. പോപ്കോൺ മേടിച്ച് കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര രൂപയാണ് എന്നോട് മേടിക്കണം, അതിനുള്ള ക്വാണ്ടിറ്റി തരാൻ പറയണം. ഓക്കെ, പിടിച്ചു പറയണ ഒരു കോഫിന്റെ തന്നെ റേറ്റ് ആണെന്നില്ല അവിടെ പിടിച്ചു പറയാണ്. ഓക്കെ ചേച്ചി പോപ്കോൺ എടുക്ക്, ചുമ്മാ കഴിക്കും നടക്കുമ്പോൾ. കൈ നിറ വാരി എടുത്തോ, തീരൂല. അച്ഛനോട് പറഞ്ഞിട്ട് മക്കളെ ബില്ല് ചോദിക്കണം പറയണം അച്ഛനോട്, എന്നിട്ട് ക്വാണ്ടിറ്റിയും കൂടി ചോദിക്കാൻ പറയണം. ഓക്കെ,
GST കൂടി ബില്ല് തരാൻ പറയണം. ഓക്കെ, വാരി എടുക്കും. മക്കളെ 2 കയ്യിലും ആയിരിക്കും. പിടിച്ചിരിക്കണം, വീണക്കല്ലേ. കുറച്ച് പോക്കറ്റിലൊക്കെ വാരി ഇട്ടു. പിടിച്ചിരിക്കണം മോനെ, വീണല്ലേ. രണ്ട് കയ്യിലും വാരി എടുത്തു. തീരൂല. അപ്പൊ നമ്മളോട് GST ബില്ലൊക്കെ ചോദിക്കണം. തൂക്കം, ഗ്രാം തൂക്കം തീർച്ചയായിട്ടും ചോദിക്കണ്ടേ. വാരി എടുത്തു. കൈ നിറ വാരി എടുക്ക്. അപ്പോൾ ഇതാ, നിരത്തിൽ നിന്ന് മണിക്കൂറുകളോളം ഈ റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങളിൽ പോകുന്ന എല്ലാവർക്കും നമ്മൾ കൊടുത്തു. റോഡിൽ കൂടെ നടന്നു പോകുന്നവർക്ക് കൊടുത്തു. പക്ഷേ തീരുന്നില്ല. 300 രൂപയ്ക്ക് മാത്രമുള്ള ഈ പോപ്കോണിന്റെ പാക്കറ്റുകൾ മേടിച്ച് കുക്ക് ചെയ്ത് എല്ലാവരും കണ്ടു. ആ കുക്ക് ചെയ്ത സാധനം മണിക്കൂറുകളോളം നിന്ന് റോഡ് കൂടി പോകുന്ന എല്ലാവരും 2 കൈ നിറയെ വാരിയെടുത്തു. വാഹനങ്ങളിലേക്കൊക്കെ നമ്മൾ കൊടുത്തു. പക്ഷേ തീരുന്നില്ല. അത്ര വലിയ ക്വാണ്ടിറ്റി പോപ്കോൺ ആണ് 300 രൂപ കൊടുക്കുമ്പോൾ ഒരു കസ്റ്റമർ ലഭിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, മലയാളി ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചോദ്യം. ഈ വില മേടിക്കുമ്പോൾ അതിന് എത്ര ഗ്രാമാണ് നിറയ്ക്കപ്പെടുന്നത്, അതിന് എത്ര രൂപയാണ് വില ഈടാക്കുന്നത്, അതിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവണമെന്നുള്ളതെങ്കിലും മിനിമം മലയാളി അതെങ്കിലും ഉറപ്പിക്കണം. ഞാൻ ഒരുപാട് സമയം 1-2 മണിക്കൂർ ഈ റോഡ് സൈഡിലുള്ള എല്ലാവർക്കും ഞാൻ പോപ്കോൺ കൊടുത്തിട്ട് ഇനിയും ഇരിക്കുകയാണ്. ഇനി ഒരു കിറ്റ് നിറയെ വാരി വെച്ചിരിക്കുകയാണ്. ആ കിറ്റ് എടുത്ത് ഇത് മുഴുവൻ ഇതിനകത്തുനിന്ന് നമ്മൾ വാരി മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനിയും കിടക്കുന്നു. അപ്പോൾ ഈ 10, 50, 60 രൂപയുടെ പോപ്കോൺ കുക്ക് ചെയ്തിട്ട് ഇനി എല്ലാവരും കഴിച്ചതിന് ശേഷം ബാക്കി ഇതാ 12 കൊട്ട നിറയെ, ബൈബിളിൽ പറയുന്നുള്ളൂ 12 കൊട്ട നിറയെ അപ്പവും മീനും എന്തൊക്കെ ശേഖരിച്ച് വെച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. എന്ന് പറയുന്ന മാതിരി ഞങ്ങൾ ഒരുപാട് ശേഖരിച്ചും വെച്ചു. ഇനിയും ഒരുപാട് ബാലൻസ് ഇരിക്കുന്നു. ഇനി റോഡിൽ കൂടെ പോകുന്ന എല്ലാവർക്കും കൊടുത്താലും തീരാത്ത അത്ര പോപ്കോൺ. അപ്പോൾ എന്തായാലും ഇതാ ഞാനൊരു റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റ് നല്ല ലുക്കുള്ള നല്ല റെസ്റ്റോറൻറ്റ്. AC ഉണ്ട്, ഇതാ അവിടെ AC ഉണ്ട്, ഇവിടെ എല്ലാം AC ഉണ്ട്. അപ്പോൾ നല്ലൊരു AC റെസ്റ്റോറൻറ്റ് വന്ന് ചായയുടെ വില എന്താണെന്നുള്ളത് നമുക്കൊന്നറിയാം. വരും, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതെന്താ ഇനി പ്രത്യേകിച്ച് പറയാനുള്ളത് എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ട്. കാരണം ലുലു മാളിൽ പോയി സിനിമ കാണാൻ വേണ്ടി ആ മാളിൻ്റെ മുകളിൽ ചെന്നപ്പോൾ ഒരു ചായക്ക് എന്നോട് പറഞ്ഞ വില പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല. നമുക്കൊന്ന് കാണിച്ചു തരാം. എത്ര ചായക്ക്? 170 രൂപയാണ് ഒരു ചായയുടെ വില എന്നോട് അവർ പറഞ്ഞത്. ഞാൻ ഇവിടെ ഒരു ചായ ആവശ്യപ്പെടാൻ വേണ്ടി പോകുക. എക്സ്ക്യൂസ് മീ, ഒരു ചായ. ഓക്കെ, ചായ എത്ര രൂപയാണ്? 10 രൂപ മാത്രം. സൂപ്പർ ചായ, താങ്ക് യു. 10 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയ ചായ എന്തുകൊണ്ടും കണ്ണും പൂട്ടി 12 രൂപയൊക്കെ വാങ്ങും. ഇതിനൊരു 15 രൂപയൊക്കെ വാങ്ങാമല്ലോ. എല്ലാ സംവിധാനമുള്ള റെസ്റ്റോറൻ്റ് ആണല്ലോ. നിങ്ങൾ അതേ വാങ്ങുള്ളൂ. സാധാരണ രീതിയിലുള്ള ആ ഒരു പൈസ മേടിക്കുള്ളൂ. ആളെ പറ്റിച്ച് വേണ്ട. 10 രൂപയുടെ ചായക്ക് അവർ 15 വാങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ 20 വാങ്ങിക്കോട്ടെ, പോട്ടെ 50 രൂപ വാങ്ങിക്കോട്ടെ. 170 രൂപ നമ്മൾ ഒരു തിയേറ്ററിന്റെ മാളിനുള്ളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളോട് വാങ്ങുമ്പോൾ നമ്മൾ കരഞ്ഞോണ്ടല്ലേ അവിടുന്ന് ആ ചായ മേടിച്ച് കുടിക്കുന്നത്. അത് പിടിച്ചു പറിക്കുക എന്ന് പറയുന്നതിൽ വലിയ ഒരു മര്യാദ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും മലയാളികൾ ചോദ്യം ചെയ്ത് തുടങ്ങണം. ഒരു സൈഡിൽ നിന്ന് ചോദ്യം ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇതൊരു വിപ്ലവമാകും. അതൊരു ആവശ്യമാണ് എന്ന് മാത്രം, അത് ഒരു അത്യാവശ്യം. നമ്മളിപ്പോൾ പാകം ചെയ്യാനുള്ള ബ്രാൻഡഡ് പോപ്കോണാണ് വാങ്ങിയത്. ആ ബ്രാൻഡഡ് പോപ്കോൺ നമ്മൾ വാങ്ങി കുക്ക് ചെയ്തപ്പോഴുള്ള ക്വാണ്ടിറ്റി മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമുക്കെതിരെ ഇവർ ചെയ്യുന്നത് വലിയ ചതിയാണ്, വഞ്ചനയാണ്, കുറ്റകരമായ രീതിയിലുള്ള പിടിച്ചുപറിയാണ് ഇവർ നമ്മുടെ മേൽ നടന്നത്. പെപ്സി മേടിച്ചപ്പോൾ എന്നോട് 220 രൂപയാണ് മേടിച്ചത്. അപ്പോൾ 220 രൂപ മേടിക്കുമ്പോൾ അതിനകത്ത് മില്ലി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് 540 മില്ലി. പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് 600 മില്ലി നിങ്ങൾക്ക് തരാം. അത് വെറുതെ ഒരു ഗസ്സിങ് ആയിരുന്നില്ല, കമ്പ്യൂട്ടറിൽ നോക്കി ചെക്ക് ചെയ്തതിന് ശേഷമാണ് എന്നോട് പറഞ്ഞത്. 220 രൂപയ്ക്ക് എത്ര മില്ലിയാ തരുന്നത്? ഇപ്പോൾ ഇത് 600 ml. ബില്ല് പിന്നീട് കസേരയിൽ കൊണ്ട് തന്നപ്പോഴോ ആ ബില്ലിൽ നോക്കുമ്പോഴോ അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് 540 മില്ലി എന്ന്. അപ്പോൾ ലീഗൽ മെട്രോളജിയിൽ ഞാനിതാ നിഷാദ് KD, ഡെപ്യൂട്ടി കൺട്രോളർ ഫ്ലൈങ് സ്ക്വാഡ്, ഇവിടെ എത്തി നിൽക്കുകയാണ്. ലീഗൽ മെട്രോളജിക്ക് ഇതിലുള്ള റോൾ എന്താണ് നമുക്കൊന്ന് അന്വേഷിച്ചേക്കാം. എന്തായാലും 220 രൂപയ്ക്ക് ഒരു മില്ലിയോ ഗ്രാമോ ഒന്നും ഇല്ലാതെ ഒരു പാത്രത്തിൽ കുറേ പെപ്സി തന്നു. അപ്പോൾ ഇതിന് 220 രൂപയാണ് എൻ്റെ അടുത്ത് നിന്ന് ഈടാക്കിയത്. അപ്പോൾ അതുപോലെ ഇതിനകത്ത് പോപ്കോൺ മേടിച്ചു. ഈ പോപ്കോണിന് 300 രൂപയാണ് ഈടാക്കിയത്. ഞാൻ ആ ബില്ല് പരിശോധിക്കുമ്പോൾ ബില്ലിൽ 540 ml എന്നാണ് എഴുതിയിരിക്കുന്നത്. യെസ്, 540 ml എന്നാണ് ബില്ലിൽ എഴുതിയിരിക്കുന്നത്. പ്രേക്ഷകർ എല്ലാവരും കണ്ടതാണ്. അവർ കൃത്യമായിട്ട് എൻ്റെ മുഖത്തോട് നോക്കിയിട്ട് കമ്പ്യൂട്ടറിൽ അടിച്ച് നോക്കിയിട്ടാണ് അയാൾ എന്നോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് 600 ml ആണ്. പക്ഷേ തന്ന GST ബില്ല് 540 എന്ന് എഴുതിയിട്ടുണ്ട്. എന്നോട് ഈടാക്കിയ വില 220 രൂപ. സാധാരണക്കാരായിട്ടുള്ള ആളുകളല്ലായിരിക്കാം ചിലപ്പോൾ അവിടെ ചെല്ലുന്നത്, സാമ്പത്തികമുള്ള ആളുകളായിരിക്കും. പക്ഷേ സാമ്പത്തികമുള്ള ആളുകളാണെങ്കിലും അവരും അധ്വാനിച്ചുണ്ടാക്കുന്ന പണമല്ലേ. എന്നാൽ ഈ സിനിമ ടിക്കറ്റ് 50 രൂപയ്ക്ക് 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് തരുന്നതാണ് കുഴപ്പമില്ല. ഈ സിനിമ ടിക്കറ്റിന് കൊടുക്കുന്ന 200 രൂപ. ഞാൻ ഷുഗർ പേഷ്യൻ്റ് ആയിട്ടാണ് ചെന്നത്. അപ്പോൾ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം. ഞാൻ പുറത്തുനിന്ന് പപ്സ് മേടിച്ചുകൊണ്ടാണ് ചെന്നത്. എൻ്റെ പപ്സൊക്കെ സെക്യൂരിറ്റിയോടെ മേടിച്ചു വെച്ചു, എല്ലാം മേടിച്ചു വെച്ചു. ഒന്നും കുടിവെള്ളം പോലും കയറ്റി വിട്ടില്ല.
അപ്പം ഷുഗർ പേഷ്യൻ്റ് ആയ ഞാൻ മരിച്ചുപോയാൽ പൊയ്ക്കൊള്ളട്ടെ. എൻ്റെ അവസ്ഥ ഇതാണ്. രോഗിയായിട്ട് ഒരാൾ ചെന്ന് അകത്ത് പോയി 3-3.5 മണിക്കൂർ ഇരുന്ന് ഷുഗർ എങ്ങാനും പ്രശ്നമുണ്ട്, അയാൾ തട്ടിപ്പോയി കഴിഞ്ഞാൽ യാതൊരു റെസ്പോൺസിബിലിറ്റി ഇവർക്കില്ല. ഇവർ പറഞ്ഞ 300 രൂപയ്ക്ക് ഇവരുടെ പോപ്കോൺ മേടിച്ച് കഴിച്ചോണം. ഇതിന് എന്താണ് നമുക്കൊരു ഇതെന്തായാലും ലീഗൽ മെട്രോളജി നിയമങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. പരാതി ഞങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് നടപടി എടുക്കാൻ വേണ്ടി സാധിക്കുമോ? തീർച്ചയായും നടപടികൾ എടുക്കുന്നതായിരിക്കും. അതെങ്ങനെയാണ് ഈ MRP റേറ്റ് ഇട്ടിട്ട് ഈ തൂക്കമുള്ള സീൽ ചെയ്തിട്ടുള്ള സാധനങ്ങളുടെ ആ തൂക്കം കുറവാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണോ? ഡിക്ലെയർ ചെയ്തിരിക്കുന്നതിൽ കൂടുതൽ പ്രൈസ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് അതിന് നടപടി സ്വീകരിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കിവിടെ പ്രത്യേകമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് നെറ്റ് കണ്ടന്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിൽ നിന്നാണ് പാക്കറ്റിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന അളവിൽ കുറച്ച് പാക്ക് ചെയ്ത് വിൽപ്പനയ്ക്കായി അല്ലെങ്കിൽ വിതരണത്തിനായി എത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത് ആ ഒരു പ്രത്യേക യൂണിറ്റാണ്. അത് കേരളം മുഴുവനും പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും തന്നെ നമ്മൾ പരിശോധിക്കുകയും കേസുകൾ ബുക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാണ്. പരാതി ഇല്ലാതെ തന്നെ ഞങ്ങളത് ചെയ്യുന്നുണ്ട്. പരാതി ഉണ്ടെങ്കിൽ പ്രത്യേകമായി അതിന് പ്രത്യേക പരിഗണന കൊടുത്തിട്ട് വളരെ വേഗത്തിൽ അത് ചെയ്യുകയും പരാതിക്കാരനെ വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ വളരെ കൃത്യമായി ചെയ്യുന്നു തന്നെയാണ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 555 പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്നായിട്ട് 213 കേസുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ പരിശോധനകൾ 213 കേസുകൾ കണ്ടെത്തി. അതിൽ നിന്നും 20,46,000 രൂപ ഫൈനായി കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേര്? എൻ്റെ പേര് ജോബി വർഗീസ്, ഫ്ലൈ സ്ക്വാഡിലെ ഇൻസ്പെക്ടറാണ്. നമുക്ക് നമ്മുടെ ആക്ട് പ്രകാരം റോഡ് പ്രകാരം ഇതൊരു പാക്കേജ്ഡ് കമ്മോഡിറ്റി, അതാണ് നമ്മുടെ റോഡിൽ പരമാവധി കവർ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ രണ്ടും ഒരു പാക്കേജ്ഡ് കമ്മോഡിറ്റി അല്ല, നമ്മളവിടെ ചെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അളന്ന് തരുന്നൊരു സാധനമാണ്. അതുകൊണ്ട് ഒരു പാക്കേജ്ഡ് കമ്മോഡിറ്റിയുടെ നിയമങ്ങളൊന്നും ഇവർക്ക് ബാധകമല്ല. കൊടുക്കുന്ന സാധനം സ്റ്റാൻഡേർഡ് അളവിലായിരിക്കണം. ചിലയിടത്ത് മീഡിയം, റെഗുലർ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞ അങ്ങനെ കൊടുക്കരുത്. ഒന്നുകിൽ അവിടെ ഡിസ്പ്ലേ ചെയ്യണം കൃത്യമായിട്ട്. ഇത് കൊടുക്കുന്നത് നമ്മുടെ SI യൂണിറ്റ് പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര മില്ലി എന്ന് കൃത്യമായി പറയണം. അതിൻ്റെ റേറ്റും അവിടെ ഡിസ്പ്ലേ ചെയ്യണം. ഈ പോപ്കോൺ ഇത് 300 രൂപ എന്നോട് മേടിക്കുമ്പോൾ പൊതുജനങ്ങളെ ഇതിങ്ങനെ പതിവായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്നുള്ള മനസ്സിലാക്കിയാണ് നമ്മൾ ഇതിന് പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടു. ടിക്കറ്റ് എന്നോട് 200 രൂപ ഈടാക്കി. ഞാൻ ചെറിയ ടിക്കറ്റ് എടുത്തത് മുൻപ് വശത്ത് എൻ്റെ ഫ്രണ്ടിൽ അടുത്ത സിനിമ കാണാൻ വേണ്ടി അങ്ങനെ ഒരു ടിക്കറ്റൊക്കെ എടുത്തിട്ട് കുറഞ്ഞ ടിക്കറ്റ് 200 രൂപയ്ക്ക് എടുത്തിട്ട് ഞാൻ പോയത്. 200 രൂപ ടിക്കറ്റ് ഫെയർ, ഇതിന് 300, ഇതിന് 220. ഞാൻ എന്നാൽ പുറത്തുനിന്ന് പപ്സും മറ്റുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോയത്. ഞാൻ ഷുഗർ പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. എൻ്റെ പപ്സ് എല്ലാം സെക്യൂരിറ്റിയോട് മേടിച്ചു വെച്ചു. ഇതിൻ്റെ അകത്ത് ഇതുണ്ടെങ്കിൽ ഇത് എത്ര വെയിറ്റ്, ഇത് നമ്മൾ എണ്ണം ഇങ്ങനെ പാക്കറ്റ് റെഗുലർ അങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെ ബില്ല് മേടിച്ചിരുന്നു. ഇതിൻ്റെ ബില്ല് മേടിച്ചു. എല്ലാ ബില്ല് മേടിച്ചു. 300 രൂപയുടെ ബില്ല് മേടിച്ചു. ഇതിന് 90 ഗ്രാം. ഇപ്പം നമുക്ക് പുറത്തുനിന്ന് കൊക്കോക്കോള അല്ലെങ്കിൽ ഏത് സോഫ്റ്റ് ഡ്രിങ്ക്സും മേടിക്കുമ്പോൾ അറിയാം ഒരു 600 മില്ലി. അവർ പല ഇതിലുണ്ട്. 600, 750 ഏത് എടുത്താലും ഉദ്ദേശം ഒരു 40, 50, 60 റേഞ്ചിലാണ്. ആ റേഞ്ചിലാണ് ഇതിൻ്റെ ഇത് വരുള്ളൂ. അപ്പോൾ അവർക്കത് സെയിൽ ചെയ്യാനും എളുപ്പം അതാണ്. പക്ഷേ ഈ നിയമം ഇങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയാവുന്നത് കൊണ്ട് നിയമത്തിൽ നിന്ന് ഇവേഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരാൾ അവിടെ ഓർഡർ ചെയ്ത ശേഷം നിന്ന് അളന്ന് എടുത്ത് തരണം. ഇതൊന്നും വേണ്ട. മറ്റേത് ആ ബോട്ടിൽ എടുത്ത് തരുവാണെങ്കിൽ 40 രൂപയുടെ ബോട്ടിൽ. പക്ഷേ ആ 40-ന് ഒരു 50 പൈസ കൂടുതൽ മേടിച്ചാൽ, ചില്ല് ചെയ്യുന്നു വേറെ എന്തെങ്കിലും കാരണത്തിൽ 40-ന് 40 രൂപ 50 പൈസ അല്ലെങ്കിൽ 41 മേടിച്ചാൽ പോലും നമുക്ക് ഇടപെടാൻ സ്കോപ്പ് ഉണ്ട്. ബുദ്ധിപൂർവ്വം ഇങ്ങനെയുള്ള ബോട്ടിലുകൾ കൊടുക്കാതെ ആ ബോട്ടിലുകൾ പൊട്ടിച്ച് വേറൊരു വലിയ ചെരുവത്തിൽ ഒഴിച്ചിട്ട് ആ ചെരുവത്തിൽ നിറച്ചു കൊടുക്കുകയാണ്. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലേ ആണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഇത് മേടിച്ച് കഴിക്കാൻ വേണ്ടി കുറേയേറെ ആളുകൾ ബെൻസിലും BMW ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് അവിടെയുള്ള ഈ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്നവരൊക്കെ ഇത് മേടിച്ച് കഴിക്കുകയാണ്. ഇതൊരു അവസ്ഥയാണ് നമ്മുടെ മലയാളികളുടെ. പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ മലയാളികളാണ് ഇതിനകത്ത് ഏറ്റവും ഈ വീണ് പോകുന്നത്. കാരണം ഇമേജ് പ്രശ്നം ഓർക്കുന്നത്. എന്നാൽ ഹിന്ദിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ചോദ്യം ചെയ്യും. പക്ഷേ നമ്മുടെ മലയാളികൾ അവരിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇതൊക്കെ മേടിച്ച് ചോദിച്ചാൽ ഈ പൊരി മേടിക്കുന്ന കേസിൽ എങ്ങനെ കണക്ക് പറയാൻ വേണ്ടി പറ്റുമോ? അല്ലെങ്കിൽ പോപ്കോൺ അല്ലെങ്കിൽ പെപ്സി ഇതിനകത്ത് ഒരു 10 രൂപ അല്ലെങ്കിൽ 50 രൂപ പോട്ടെ 300 പോട്ടെ എന്നുള്ളൊരു മനോഭാവം, ഈ പോട്ടെ എന്നുള്ള മനോഭാവം മലയാളി എന്ന് കളയുന്നു അന്ന് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, നമ്മൾ ശരിക്കും നിയമത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. പക്ഷേ ഇത് നടത്തുന്ന ആൾക്കാർ കൃത്യമായിട്ട് നിയമത്തിൻ്റെ ഓരോ ലൂപ്പ് ഹോൾസും കൃത്യമായിട്ട് അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പാക്കേജ്ഡ് കമ്മോഡിറ്റിയിൽ നിന്ന് ഇത് മാറ്റി അവർ അവിടെ സെർവ് ചെയ്യുന്നൊരു കമ്മോഡിറ്റി ആക്കി. അതിലൂടെ ലീഗൽ മെട്രോളജി നിയമങ്ങൾ അവിടെ ബാധകമല്ല. നിയമം അസലായിട്ട് അറിയുന്ന ആളുകൾക്ക് നിയമം നന്നായിട്ട് തെറ്റിക്കാൻ പറ്റുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും ലീഗൽ മെട്രോളജിയുടെ ഫ്ലൈങ് സ്ക്വാഡ് എറണാകുളം ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയുള്ളൂ. നമ്മളുടെ പ്രേക്ഷകർ, നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ മിണ്ടാതെ ഞാനൊരു പ്രാവശ്യം എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞിനും വേണ്ടി ഒരു പാക്കറ്റ് പോപ്കോൺ മേടിക്കുന്നതല്ലേ 300 പോയാൽ പോട്ടെ എന്നുള്ളൊരു മനോഭാവം, പോയാൽ പോട്ടെ എന്നുള്ളൊരു മനോഭാവം മലയാളി എന്ന് മാറ്റുന്നു അന്ന് മാത്രമേ ഈ വക കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരികയുള്ളൂ. വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനം നമുക്ക് എന്തായാലും ഉണ്ട്. ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നില്ല, ഉപകാരപ്പെടുത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തെ വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ലീഗൽ മെട്രോളജിയുടെ ഫ്ലൈങ് സ്ക്വാഡിനെയൊക്കെ കണ്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങും ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ട്. ഇത് ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ കാക്കനാട് ഭാഗത്ത് സിവിൽ സ്റ്റേഷൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉള്ള ലീഗൽ മെട്രോളജി ഓഫീസിൽ വന്നപ്പോൾ ആകെ കാടൊക്കെ പിടിച്ച് കുറച്ചിങ്ങനെ ലുക്കിൽ, അപ്പോൾ ഒരു കാട് പിടിച്ച ലീഗൽ മെട്രോളജിയാണ് മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അകത്ത് കയറി ഫ്ലൈങ് സ്ക്വാഡ് ദിവസങ്ങളൊക്കെ സംസാരിച്ച് മനസ്സിലായി കാട് പിടിച്ച ഒരു ലീഗൽ മെട്രോളജി അല്ല നമ്മുടെ എറണാകുളത്ത് പ്രത്യേകിച്ചുള്ളത്. മറ്റുള്ള ജില്ലകളിലെ കാര്യം എനിക്കറിയില്ല. എന്തായാലും എറണാകുളത്തുള്ള ലീഗൽ മെട്രോളജി പക്ക ആക്റ്റീവാണ്. അവർ തയ്യാറാണ്. അവർ ഒരുപാട് കേസുകൾ എടുത്തിട്ടുണ്ട്. ഇനി മുന്നോട്ട് കേസുകൾ എടുക്കാനൊക്കെ അവർ തയ്യാറാണ്. പക്ഷേ പരാതി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ യാതൊരു കൂസലില്ലാതെ പെപ്സിയാണ് കൊക്കോകോള എന്ന് പറയുന്ന സാധനമൊക്കെ മേടിച്ച് ഇങ്ങനെ കുടിച്ച് അവർ പറയുന്ന പൈസ കൊടുത്ത് അങ്ങ് പോവുകയാണ്. അതുപോലെ പോപ്കോൺ
ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് മേടിച്ചിട്ട് അവർ പറയുന്ന പൈസ കൊടുത്ത് തൂക്കം വേണ്ട, നിങ്ങൾക്ക് GST ബില്ല് വേണ്ട, നിങ്ങൾക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയില്ലേ? ഇതിന് നിങ്ങളൊരു പണം കൊടുക്കുമ്പോൾ അതിനൊരു GST ബില്ല് വാങ്ങണം. ആ ബില്ല് വാങ്ങാൻ വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാവും? ഈ തിയേറ്ററുകളിലും മാളുകളിലും പോകുന്ന എത്ര പേർ ഒരു GST ബില്ല് ചോദിച്ചു വാങ്ങുന്നുണ്ട്? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിനകത്ത് കൃത്യമായിട്ട് അവരവരുടെ അളവ് രേഖപ്പെടുത്തിയിരിക്കണം. ഇപ്പോൾ MRP റേറ്റുള്ള ഏതെങ്കിലും ഒരു ബോട്ടിൽ, ആ ബോട്ടിലിൽ MRP റേറ്റിനേക്കാളും 10 രൂപ കൂടുതൽ മേടിച്ചാൽ, ഇല്ലെന്നുണ്ടെങ്കിൽ ആ പാക്കറ്റിൽ അവർ പറയുന്ന അളവ് അത് 300 ഗ്രാം അല്ല 100 ഗ്രാം, ആ 100 ഗ്രാമിലൊരു പൊടിയെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ സമാധാനം പറയിപ്പിക്കാനുള്ള വകുപ്പ് നമ്മുടെ നാട്ടിലുണ്ട്, നിയമവ്യവസ്ഥകളുണ്ട്. എന്തുകൊണ്ട് നാം ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്.